കേരളത്തിലെ മദ്യപാനികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസ വാർത്തയാണ് ബിവറേജ് കോർപ്പറേഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന ജനപ്രിയ ബ്രാൻഡുകൾ ഉൾപ്പെടെ 50-ലധികം ഇനം മദ്യങ്ങൾക്ക് വില കുറഞ്ഞിരിക്കുന്നു. സാധാരണ ഈ നികുതി വർധനവിനെ തുടർന്ന് മദ്യവില ഉയരുന്ന വാർത്തകൾ മാത്രം കേട്ടുശീലിച്ച മലയാളികൾക്ക് ഈ വിലക്കുറവ് അപ്രതീക്ഷിതമാണ്. ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്ന ഈ പരിഷ്കാരം സംസ്ഥാനത്തെ മദ്യവിപണിയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നത് ഉറപ്പാണ്. ബെപ്കോയുടെ ഔദ്യോഗിക അറിയിപ്പ് പ്രകാരം വിപണിയിൽ മുൻപന്തിയിലുള്ള പല ബ്രാൻഡുകൾക്കും ഗണ്യമായി കുറവുണ്ട്. ഓൾഡ് മങ്ക് റം, ഓഫീസേഴ്സ് ചോയ്സ്, ലേമൗണ്ട് റം തുടങ്ങിയവയ്ക്ക് 500 മില്ലി ബോട്ടിലിന് 10 രൂപയുടെ കുറവാണ് വരുത്തിയിരിക്കുന്നത്. മറ്റു ചില ബ്രാൻഡുകൾക്ക് ലിറ്ററിന് 20 രൂപ മുതൽ 50 രൂപ വരെ കുറഞ്ഞിട്ടുമുണ്ട്. വിലക്കുറവ് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ബെപ്കോ ഔട്ട്ലെറ്റുകളിലെയും ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ ഇതിനോടകം തന്നെ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞു. സംസ്ഥാനത്ത് മദ്യത്തിന് വില കുറയുന്നത് കേവലം സർക്കാർ തീരുമാനമല്ല, മറിച്ച് മദ്യവിതരണ കമ്പനികൾ സ്വീകരിച്ച വിപണി തന്ത്രത്തിന്റെ ഭാഗമാണ്. ഇതിന്റെ പ്രധാന കാരണങ്ങൾ ഇവയാണ്. പല ഔട്ട്ലെറ്റുകളിലും ചില ബ്രാൻഡുകളുടെ മദ്യം പ്രതീക്ഷിച്ച വിൽപ്പന നടക്കാതെ വലിയ തോതിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. മദ്യത്തിന്റെ കാലാവധി വലിയൊരു പ്രശ്നമല്ലെങ്കിലും സ്റ്റോക്ക് കെട്ടിക്കിടക്കുന്നത് ബെപ്കോയുടെയും വിതരണക്കാരുടെയും മൂലധനം സ്തംഭിപ്പിക്കുന്നതിന് കാരണമാകുന്നു. ഈ ഡെഡ് സ്റ്റോക്ക് വിറ്റഴിച്ച പണം തിരിച്ചുപിടിക്കാൻ കമ്പനികൾ തന്നെ വില കുറയ്ക്കാൻ തയ്യാറായിരിക്കുകയാണ്. മദ്യം വിതരണം ചെയ്യുന്നതിനുള്ള പുതിയ ടെൻഡർ നടപടികൾ കമ്പനികൾ തമ്മിലുള്ള മത്സരങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. തങ്ങളുടെ ബ്രാൻഡുകൾ കൂടുതൽ വിറ്റഴിക്കപ്പെടുമെന്ന് ഉറപ്പാക്കാൻ പല കമ്പനികളും ക്വാഡ് ചെയ്ത് വിലയിൽ കുറവ് വരുത്തി. ഇതിന്റെ ഗുണമാണ് ഉപഭോക്താക്കളിലേക്ക് എത്തുന്നത്. ഓൾഡ് മങ്ങിനെ പോലെയുള്ള ബ്രാൻഡുകൾക്ക് കേരളത്തിൽ വലിയൊരു ആരാധക വൃന്ദമുണ്ട്. എന്നാൽ പുതിയ ബ്രാൻഡുകളുടെ കടന്നുകയറ്റം വിപണി വിഹിതം കുറയ്ക്കാൻ സാധ്യതയുള്ളതിനാൽ കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കളെ തങ്ങളിലേക്ക് തന്നെ നിലനിർത്താൻ നിർമ്മാതാക്കൾ ശ്രമിക്കുന്നു. കേരളത്തിലെ വില കുറയുന്നുണ്ടെങ്കിലും ദേശീയ തലത്തിൽ മദ്യനിർമ്മാണ മേഖല വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. മദ്യവില 15 മുതൽ 20% വരെ വർദ്ധിപ്പിക്കുമെന്ന് ആവശ്യപ്പെട്ട പ്രമുഖ സംഘടനയായ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ആൽക്കഹോളിക് ബിവറേജ് കമ്പനീസ്, ബ്രൂവേഴ്സ് അസോസിയേഷൻ ഓഫ് IG എന്നിവർ രംഗത്തെത്തിയിട്ടുണ്ട്. അവർ ചൂണ്ടിക്കാണിക്കുന്ന കാരണങ്ങൾ ഇവയാണ്. ഇറാൻ-ഇസ്രായേൽ സംഘർഷം ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യൻ പ്രശ്നങ്ങൾ ആഗോള വിതരണ ശൃംഖലയെ ബാധിച്ചിട്ടുണ്ട്. അലൂമിനിയം വരവ് തടസ്സപ്പെട്ടത് ബിയർ ക്യാനുകളുടെ ലഭ്യതയെ ബാധിച്ചു. ഇത് ബിയർ ഉൽപാദന ചെലവ് വർദ്ധിപ്പിച്ചു. ഗ്ലാസ് നിർമ്മാണത്തിന് ആവശ്യമായ വാതക വിതരണത്തിലുണ്ടായ കുറവ് കാരണം കുപ്പികളുടെ വിലയിൽ 20% വർധനവുണ്ടായി. ഇന്ത്യയിലെ പ്രധാന ഗ്ലാസ് നിർമ്മാണ കേന്ദ്രമായ ഫിറോസാബാദിലെ ഫാക്ടറികൾ അടച്ചുപൂട്ടാൻ ഭീഷണിയിലാണ്. കുപ്പികളുടെ വില വർദ്ധിക്കുന്നത് മദ്യത്തിന്റെ മൊത്തം ഉൽപാദന ചെലവിനെ കുത്തനെ ഉയർത്തുന്നു. മദ്യം ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിനുള്ള ഗതാഗത ചെലവ് വർദ്ധിച്ചതും നിർമ്മാതാക്കളെ സമ്മർദ്ദത്തിലാക്കുന്നു. നിർമ്മാണ ചെലവ് കൂടുമ്പോഴും കേരളത്തിൽ വില കുറയ്ക്കുന്നത് കമ്പനികൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണകരമാകുമോ എന്നതും സംശയമാണ്. കമ്പനികൾ ആവശ്യപ്പെട്ട വില വർധനവ് സർക്കാരുകൾ അംഗീകരിച്ചില്ലെങ്കിൽ വരും മാസങ്ങളിൽ വിപണിയിൽ മദ്യക്ഷാമം ഉണ്ടായേക്കാമെന്ന് സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നു. മദ്യത്തിന്റെ നിർമ്മാണ ചെലവും വിൽപ്പന വിലയും തമ്മിലുള്ള അന്തരം കുറയുമ്പോൾ കമ്പനികൾ ഉൽപാദനം കുറയ്ക്കാൻ നിർബന്ധിതരായേക്കാം. കേരളം പോലെ മദ്യത്തിൽ നിന്നും വലിയ തോതിൽ നികുതി വരുമാനം ലഭിക്കുന്ന ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മദ്യക്ഷാമം സാമ്പത്തിക ഭദ്രതയെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. കേരളത്തിലെ മദ്യവിലയിൽ ഉണ്ടാകുന്ന സിംഹഭാഗം പോകുന്നത് നികുതിയിലാണ്. കമ്പനികൾ ബേസിക് പ്രൈസിൽ കുറവ് വരുത്തുമ്പോൾ അതിന് ആനുപാതികമായി നികുതി കുറയുന്നത് കൊണ്ടാണ് ഉപഭോക്താവിന് 10 രൂപയോ 20 രൂപയോ കുറവ് ലഭിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു കമ്പനി 2 രൂപ വില കുറച്ചാൽ ആനുപാതികമായി നികുതി കൂട്ടി കുറയുമ്പോഴാണ് അത് ഉപഭോക്താവിന് 10 രൂപയുടെ ഗുണമായി മാറുന്നത്. വിലക്കുറവ് മദ്യപാനികൾക്കിടയിൽ വലിയ സ്വീകാര്യത നേടിയിട്ടുമുണ്ട്. പ്രത്യേകിച്ച് ഉത്സവ സീസണുകൾക്ക് മുന്നോടിയായി ഇത്തരം തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് വിൽപ്പന വർദ്ധിപ്പിക്കാൻ സഹായിക്കും. എന്നാൽ പ്രീമിയം ബ്രാൻഡുകൾക്ക് 50 രൂപ വില കുറയുമ്പോൾ സാധാരണക്കാർ ഉപയോഗിക്കുന്ന ബ്രാൻഡുകൾക്ക് 10 രൂപയുടെ കുറവ് മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്ന പരാതിയും ഒരു വിഭാഗത്തിനുണ്ട്. കേരളത്തിലെ മദ്യവിലയിലെ മാറ്റം ഒരു വശത്ത് സന്തോഷം നൽകുന്നുണ്ടെങ്കിലും ആഗോള രാഷ്ട്രീയവും സാമ്പത്തിക പ്രതിസന്ധിയും വിപണിയിൽ കരിനിഴൽ വീഴ്ത്തുന്നുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുകയും ഗ്ലാസ്, അലൂമിനിയം എന്നിവയുടെ വില വർദ്ധിക്കുകയും ചെയ്താൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന വിലക്കുറവ് അധികകാലം നിലനിൽക്കില്ല എന്ന് വേണം കരുതാൻ. വിപണിയിലെ താൽക്കാലിക മന്ദത ഒഴിവാക്കാൻ കമ്പനികൾ പയറ്റുന്ന ഈ തന്ത്രം എത്രത്തോളം ഫലപ്രദമാകുമെന്ന് വരും ദിവസങ്ങളിലെ വിൽപ്പന കണക്കുകൾ വ്യക്തമാക്കും. മദ്യവില കുറയുന്നത് ഉപഭോഗം വർദ്ധിപ്പിക്കുമോ എന്ന സാമൂഹിക പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും ഇതിനോടകം തന്നെ ഉയരുന്നുണ്ട്. എങ്കിലും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ സാധാരണക്കാരന് ഇതൊരു താൽക്കാലിക ആശ്വാസമാണ്. വരും മാസങ്ങളിൽ നിർമ്മാതാക്കൾ ആവശ്യപ്പെടുന്ന വിലവർദ്ധനവ് സർക്കാർ അംഗീകരിക്കുമോ അതോ നികുതി കുറച്ച് അവരെ സഹായിക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്.